ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കുർത്തിയുടെ യോക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ പ്ലെയിൻ ജോർജറ്റും 1/2 മീറ്റർ ക്രാപ്പിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. സ്കർട്ട് പാർട്ടിലത്തേക്ക് വേണ്ടിയിട്ട് 3 മീറ്റർ പ്രിന്റഡ് ജോർജറ്റും 2 മീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് യോക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈനിങ് തുണി 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ 4ആയിട്ടാണ് ക്ലോത്തിന് ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി യോക്ക് പീസിൻ്റെ ലെങ്ത് 14 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം എലമെൻസും കൂടെ ചേർത്തിട്ട് 15 ഇഞ്ചായിട്ട് യോക്ക് പീസിൻ്റെ ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 6 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്തും 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 2 പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ നീക്കിയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് വിഡ്ത്ത് 36 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. 9 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം എലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. സീം എലവൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യാം. 1-1.5 ഇഞ്ചും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആം ഹോളിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ ആ ഒരു പോയിന്റിലൂടെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും ഒന്നിച്ച് തന്നെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ബട്ടർഫ്ലൈ സ്ലീവാണ് ഞാൻ ഈ ഒരു കുർത്തിക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് ബാക്കും ഫ്രണ്ടും ഞാൻ ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആം ഹോൾ കയറ്റി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ബട്ടർഫ്ലൈ സ്ലീവൊക്കെ വയ്ക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം എലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്കിവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത ശേഷം ഇതേപോലെ ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് ബാക്കിലെയും ഫ്രണ്ടിലെയും പീസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ യോക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ 2ആയിട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മുകളിലും താഴെയും സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെയിം അളവിൽ തന്നെ ഞാനിവിടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ യോക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് കുർത്തിക്ക് 45 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 14 ഇഞ്ച് നമ്മൾ യോക്ക് പീസിലത്തേക്ക് എടുത്തു. ബാക്കി 31 ഇഞ്ചാണ് നമ്മൾ സ്കർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ സീം എലവൻസും കൂടെ ചേർത്തിട്ടാണ് 31 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ക്ലോത്തിനെക്കാട്ടിലും 1 ഇഞ്ച് മുകളിലോട്ട് തന്നെ ലൈനിങ് നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം 2ആയിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ആയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് അത്രയും പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 4ആയിട്ടാണ് ഈ ഒരു പീസിനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പീസിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗം ഈ ഒരു പീസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ട് ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് വേസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴത്തോട്ട് നമുക്ക് മാക്സിമം എത്രയാണോ ഫ്ലെയർ കിട്ടുന്നത് അത്രയും വരുന്ന രീതിയിൽ നമുക്കിതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതേപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് 2.5 അല്ലെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതേപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താലേ താഴ്ഭാഗം നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സെൻറ്ററും കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. 3 ലെയറായിട്ടാണ് ഞാനിവിടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സൈഡിൽ നിന്നും 2ആയിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 4-5 ഇഞ്ച് കൂടുതലായിട്ട് വരുന്ന രീതിയിൽ ക്ലോത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്രയാണോ സ്കർട്ട് പാർട്ടിന് ലെങ്ത് വേണ്ടത് അതിനെ നമുക്ക് എത്ര ലെയർ വേണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. എനിക്കിവിടെ സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത് 31 ഇഞ്ചാണ്. 3 ലെയറാണ് വേണ്ടത്. അപ്പം 31നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.3 ഇഞ്ചാണ് കിട്ടുന്നത്. അതാണ് ഓരോ ലെയറിൻ്റെയും ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ വിട്ട് എടുക്കുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ വിട്ടില്ലേ
വേസ്റ്റ് വിട്ട് എനിക്കിവിടെ 10 ഇഞ്ചാണ് വരുന്നത്. 10ൻ്റെ കൂടെ 4 5 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിൽ എടുക്കുക. നമ്മൾ എയർലൈൻ മോഡലിൽ ആണ് ഈ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഞാനിവിടെ 10.3 എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ 11.3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ പോയിന്റിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കും ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ലെങ്തും വിഡ്ത്തും ഒക്കെ നമ്മൾ എടുത്തത് കറക്റ്റ് ആണോ എന്ന്. കാരണം ഇത് ജോർജറ്റ് ആയതുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ലൈൻ മോഡലിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കി 2 ലെയറും ഫ്രില്ലിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് വെച്ചിട്ട് കറക്റ്റ് അരവണ്ണം ഈ ഒരു പീസിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്ന രീതിയിലാണ് ഞാനിവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് ചരിച്ച് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്രയും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വേസ്റ്റ് വിട്ട് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടില്ല. എങ്കിൽ കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. ഒരു 1.5-2 ഇഞ്ച് വരെ നമുക്ക് കയറ്റി ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗമില്ലേ ഈ ഒരു സൈഡ്, ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 15 കൂടെ എക്സ്ട്രാ വരുന്ന രീതിയിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയർ കട്ട് ചെയ്യുമ്പോൾ 15 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിയിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ എടുക്കാം, 15 കൂടുതൽ എടുക്കാം. നമ്മൾ എത്ര ക്ലോത്ത് എക്സ്ട്രാ എടുക്കുമോ അതനുസരിച്ച് നമുക്ക് ഫ്ലെയർ കിട്ടും. ഫ്രില്ല് നമുക്ക് കൂടുതലിടാം, അതനുസരിച്ച് കുർത്തി അത്രയും ഫ്ലെയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ 15 ഇഞ്ചാണ് എക്സ്ട്രാ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, ഫസ്റ്റ് ലെയറിൽ നിന്നും എക്സ്ട്രാ 15 കൂടെ വരുന്ന രീതിയിൽ സെക്കൻഡ് ലെയർ കട്ട് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ സെക്കൻഡ് ലെയർ കട്ട് ചെയ്തതിൽ നിന്നും അതിൻ്റെ വിട്ടില്ലേ ഈ ഒരു ഭാഗം, ഇതിൽ നിന്നും 15 കൂടെ എക്സ്ട്രാ വരുന്ന രീതിയിൽ മൂന്നാമത്തെ ലെയർ കട്ട് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഈ 3 ലെയറും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ലെയർ മാത്രം നമ്മൾ ലൈൻ മോഡലും ബാക്കി 2 ലെയറും ഫ്രില്ലിട്ടുമാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. ബാക്കി 2 ലെയറും കട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെന്ന് നോക്കിയാൽ മതി. വേറെ ഒന്നുമില്ല, നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യണം, വിട്ട് മാർക്ക് ചെയ്യണം, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ ചെറിയ ചെറിയ പ്ലേറ്റ് ആയിട്ട് ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ നൂല് വലിച്ച് ചുരുക്കായിട്ട് എടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ, ഈ ക്ലോത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ ഫ്രില്ലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്ത ശേഷം അടുത്ത് നമ്മൾ തേർഡ് ലെയർ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് ലെയറിൽ എത്രയാണോ വിട്ട് വരുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ തേർഡ് ലെയർ നിൽക്കുന്ന രീതിയിൽ ചെറിയ പ്ലീറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണിത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ പ്ലീറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ലോങ് സ്റ്റിച്ച് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലുള്ള നൂല് ഒന്ന് ചെറുതായിട്ട് പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് നല്ല ചുരുക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഫ്രില്ലിട്ട് ആ പ്ലീറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. ഇതുപോലെ ചുരുക്കിട്ട ശേഷം എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെക്കണം. എല്ലായിടും ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്ക് എത്രയാണോ വിട്ട് അവിടെ വരുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു പീസ് നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെക്കണം. ഞാൻ ആ സെക്കൻഡ് ലെയർ വെച്ചിട്ടില്ലേ ആ ഒരു രീതിയിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ പീസിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഇതുപോലെ ചേർത്ത് വയ്ക്കാം. വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഒരു സൈഡ് ചുളിവോ ഒന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇതിനെ പിടിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ആദ്യത്തെ 2 ലെയറും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ തന്നെ മൂന്നാമത്തെ ലെയർ ഈ രണ്ടാമത്തെ ലെയറുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ അടുത്ത ലെയറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലായിടും ഒരുപോലെ വരുന്ന രീതിയിൽ തന്നെ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ മൂന്നാമത്തെ ലെയറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ സ്കർട്ട് പാർട്ടിൽ 3 ലെയറാണ് വരുന്നത്. 3 ലെയറും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ അടുത്ത പീസുകളും ഞാനിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കും ആയിട്ട്. ഇനി നമുക്ക് ഇത് ലൈനിങ്ങുമായിട്ട് ചേർത്തൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ലൈനിങ്ങുമായിട്ട് ചേർത്ത് വെച്ച് ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നെക്കൊന്ന് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. ക്യാൻവാസ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് മുകൾ ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് നെക്ക് വിട്ട് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസിൽ കറക്റ്റ് എത്രയാണോ നെക്ക് വിട്ട് വേണ്ടത് അത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ലെങ്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കവിടെ ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നെക്കിന് ഏത് ഷേപ്പാണോ വേണ്ടത് അത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തു. കണ്ടോ, ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനില്ലേ അവിടെ നിന്നും 1 ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് ബാക്കിലെ നെക്കും കട്ട് ചെയ്യേണ്ടത്. ലെങ്തിൽ മാത്രമേ ഞാൻ വ്യത്യാസം വരുത്തിയിട്ടുള്ളൂ. ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ട് 4.5 ഇഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമുക്ക് നെക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാൻവാസ് ആയതുകൊണ്ട് നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് അത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 നെക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ക്ലോത്തുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തു കൂടി 1/2 ഇഞ്ച് നീക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ പീസിലും കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് ഈ 1/2 ഇഞ്ചില്ലേ അത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ പീസിലും സ്റ്റിച്ച് ചെയ്യണം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ ലൈനിങ് തുണി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നല്ല സൈഡുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്, അല്ലാതെ മറിച്ചൊന്നുമല്ല ഇട്ടിട്ടുള്ളത്. കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്റർ നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാൻവാസിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് നീക്കിയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ഈ നെക്കിൻ്റെ അരിക് സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് മറിച്ച് വയ്ക്കാം. മറിച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് അതിൻ്റെ അരികിൽ കൂടെ തന്നെ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഞാനിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിലെ പീസും റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ്. ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ആദ്യം നമുക്കിതുപോലെ നിവർത്തി ക്യാൻവാസുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെക്കാം. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തുകളും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ അതുപോലെ 2 സൈഡും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഈ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു തയ്യൽ തുമ്പില്ലേ അത് ബാക്ക് സൈഡിലോട്ട് വരുന്ന രീതിയിൽ തിരിച്ചു വയ്ക്കണം. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് ഇനി ഈ ക്യാൻവാസ് മറിച്ച് വെച്ച് നമുക്ക് നെക്കിൻ്റെ അരിക് ആദ്യം സ്റ്റിച്ച് ചെയ്യണം. ഈ ക്യാൻവാസിൻ്റെ അരിക് നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ആ ലൈനിങ് തുണിയായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആദ്യം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ അരികിൽ കൂടെ ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേസ്റ്റിൻ്റെ ഭാഗമില്ലേ ഇവിടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 പീസിലും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം.
അതുപോലെ തന്നെ സ്കർട്ട് പാർട്ടിലും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് സെൻറ്ററുകൾ ചേർത്ത് വെച്ച ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ മറു സൈഡിലും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ കറക്റ്റ് രണ്ടിൻ്റെയും സെൻറ്ററുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. സ്കർട്ട് പാർട്ടും യോക്ക് പാർട്ടും ജോയിൻറ്റ് ചെയ്തെടുത്തു കണ്ടോ. നല്ല നീറ്റായിട്ട് ഇതിനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് എടുക്കാം. അതിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം. വീതി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 ഇഞ്ച് വീതമാണ്. അത് ഇതിൻ്റെ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ഒരു സൈഡ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മറു സൈഡും റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നല്ല സൈഡ് മറിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 സൈഡുള്ള കെട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ കുർത്തിയുടെ ഉള്ളിലായിട്ട് ഈ കെട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് നേരത്തെ കൊടുത്തിട്ടുള്ളത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറു സൈഡിലും ഈ കെട്ടിങ്ങനെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ കെട്ടുള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഈ കെട്ടിൻ്റെ പുറത്തായിട്ട് തന്നെ മറു പീസും വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് മാർക്ക് ചെയ്ത് ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കണ്ടോ. 2 സൈഡ് ഹിപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ ക്ലോത്ത് മാത്രം പിടിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ലൈനിങ് തുണി മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്ത് മാത്രം 2 പീസും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഏതുവരെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അത് മുതൽ താഴെ വരെ ഇതുപോലെ 2 പീസും ചേർത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇത് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. ഉള്ളിലോട്ട് വയ്ക്കുമ്പോൾ മുകൾ ഭാഗത്ത് ചുളിവ് വരാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് തുണി മാത്രം ഒന്ന് ചേർത്ത് വയ്ക്കുക കണ്ടോ. ഇതേപോലെ ലൈനിങ് തുണി മാത്രം ചേർത്ത് വെച്ചിട്ട് ഏതുവരെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അത് മുതൽ താഴെ വരെ 2 പീസും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെയാണ് മറു സൈഡിലും ചെയ്യേണ്ടത്. അപ്പോൾ 2 സൈഡ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പം മെയിൻ ക്ലോത്തും ലൈനിങ് തുണിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. 2 സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ലൈനിങ് തുണി ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് മെയിൻ ക്ലോത്തും ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അല്ലെങ്കിൽ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സ്ലീവ് മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത്. ഇവിടെ ഞാൻ ഡബിൾ ലെയറിൽ ബട്ടർഫ്ലൈ സ്ലീവാണ് വെക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ ആം ഹോളിൻ്റെ വിത്തും ചെസ്റ്റ് വിട്ടും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി നമ്മുടെ കറക്റ്റ് ബോഡി ഷേപ്പിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് തന്നെയെന്നൊന്ന് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് നിവർത്തിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത് ഞാനിവിടെ 8.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ലീവിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 1.5 ഇഞ്ച് എടുക്കുക സീം അലവൻസ്, ഇല്ലെങ്കിൽ 1 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം 8.5 കൂടെ 1 ഇഞ്ചും കൂടെ ചേരുമ്പോൾ 9.5 ഇഞ്ചാണ്. നമുക്കൊരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിത് ക്ലോത്ത് ഫോൾഡ് ചെയ്തിടുന്നതല്ലേ. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് വീണ്ടും 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ടോട്ടൽ 20 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 20 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഈ ക്ലോത്തിനെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു. ഇതിപ്പോൾ നമ്മൾ ലെങ്ത്തും വിഡ്ത്തും സെയിം ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഫുൾ സർക്കിളാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴത്തോട്ടും 20 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ ഒരു 1/2 ഇഞ്ചാണ് എക്സ്ട്രാ വരുന്ന രീതിയിൽ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിത് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് കൂടുതൽ എടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് 4 സൈഡും സെയിം തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത് 8.5 ഇഞ്ചാണ്. 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 9.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ആ കോണായിട്ട് വരുന്ന ഭാഗത്ത് തന്നെ ടേപ്പ് വെച്ചിട്ട് താഴ്ഭാഗം മാത്രം ഇതുപോലെ ടേപ്പ് നീക്കി 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു സ്ലീവിന് കണക്കാക്കിയാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒന്നും കൂടെ ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. ഫുള്ളായിട്ട് നിവർത്തണ്ട, ഇതുപോലെ ഒറ്റ ലെയർ മാത്രം ഒന്ന് നിവർത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് ഇപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, കണ്ടോ? ഇതേപോലെ. അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ആം ഹോളിൻ്റെ വിഡ്ത്ത് നമുക്ക് നോക്കണം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ടേപ്പ് ഇതുപോലെ മുകളിൽ നിന്നേ, കണ്ടോ, കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ അവിടെ ഇതേപോലെ പിടിച്ച് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനെ അളവെടുക്കാം കേട്ടോ. 8 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 8ൻ്റെ പകുതി എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 8 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ പകുതി 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 4ൻ്റെ പകുതി മാർക്ക് ചെയ്യണം. 4ൻ്റെ പകുതി 2 ഇഞ്ച്. അപ്പോൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ നിന്നും താഴത്തോട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ പകുതി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് വീണ്ടും 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൻ്റെ താഴോട്ട് 2 ഇഞ്ച്, മുകളിലോട്ട് 2 ഇഞ്ച്, എന്നിട്ട് ഇതുപോലെ നീക്കി 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ 3 പോയിന്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ അംബ്രല്ല സ്ലീവൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. അല്പം ഒന്ന് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലുതാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്ലീവ് നമുക്ക് നീറ്റായിട്ട് കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് തന്നെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് അളവെടുക്കുക, കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്യുമ്പം ഒരു 4 ഇഞ്ച് കുറച്ചൊന്ന് മാർക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ മാർക്ക് ചെയ്ത ശേഷം കുറച്ച് ഉള്ളിലോട്ട് കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി വലുതാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു, കണ്ടോ? നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഫുൾ സർക്കിളിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് മുകളിലും താഴെയും വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് മുകളിലായിട്ട് വരുന്ന സൈഡും ഇത് താഴത്തായിട്ട് വരുന്ന സൈഡുമാണ്. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് ഒരു പീസും കൂടെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഓരോ സ്ലീവ് നമ്മൾ 2 ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത് 9.5 ഇഞ്ചാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 2.5 ഇഞ്ച് കുറച്ചിട്ടാണ് അടുത്ത ലെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ സെയിം അളവിൽ തന്നെ 2 സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെയർ വയ്ക്കാൻ വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയറിൽ 9.5 ഇഞ്ച് എടുത്തു, സെക്കൻഡ് ലെയറിൽ 7 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2.5 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ആം ഹോളിൻ്റെ ഭാഗമില്ലേ, സ്ലീവ് ജോയിൻറ്റ് ചെയ്യേണ്ട ഭാഗം, അത് സെയിം അളവിൽ തന്നെ 2 പീസിലും എടുക്കണം. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഒരു ലെയർ നിവർത്തിയെടുക്കണം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം ഈ സ്ലീവിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററുകൾ ചേർത്ത് വയ്ക്കുക. ഇനി ഈ സെയിം അളവ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് ഇതിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ നമ്മൾ ഈ പീസ് അതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് വലിഞ്ഞു പോകരുത്, കറക്റ്റ് അതേപോലെ തന്നെ എടുത്ത് വയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു പീസിലും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 2 സ്ലീവിനുമായിട്ട് ടോട്ടൽ 4 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ചോക്ക് കൊണ്ട് സെൻറ്റർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തായിരുന്നു, പക്ഷേ അത് എല്ലാം മാഞ്ഞു പോയി.
അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് മുകളിലും താഴെയും വരുന്ന സൈഡ് നന്നായിട്ട് അറിയണമെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കൂടിപ്പോരുത്, ചെറുതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഡബിൾ ഫോൾഡ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഒറ്റ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അരിക് ലോക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ലോക്ക് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ സ്ലീവും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, ഞാനിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്തെടുക്കുന്നതാണ് കാണാനും ഭംഗി. നമ്മൾ ഫോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫുൾ സർക്കിൾ ആയതുകൊണ്ട് ലോക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു, അതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മുകളിലും താഴെയും വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. രണ്ട് സ്ലീവിലും കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് പീസും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റേ സ്ലീവും നമുക്ക് ആദ്യം ലെങ്ത് കൂടിയ സ്ലീവ് വയ്ക്കാം, അതിൻ്റെ പുറത്തായിട്ട് ലെങ്ത് കുറഞ്ഞ സ്ലീവ് വയ്ക്കാം. ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് രണ്ടും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് പീസ് നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുർത്തിയുടെ നല്ല സൈഡാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ സ്ലീവിൽ മുകൾ ഭാഗത്തായിട്ട് വയ്ക്കേണ്ട ആ ഒരു ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, അത് കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് പീസും ചേർത്ത് വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് പിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ചേർത്ത് വെച്ച് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്പം പോലും വേരിയേഷൻ ഇല്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ പിൻ ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിത് റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം, രണ്ട് സൈഡ് ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡിലും സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. സ്ലീവ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ലീവിൻ്റെ ലെങ്ത് കൂടിയ ഭാഗം ഷോൾഡറിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് തന്നെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ വേണമെങ്കിൽ ഒന്ന് ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ രണ്ട് സ്ലീവും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്കിതിൽ സെൻറ്ററിലായിട്ട് ബോ വെച്ച് കൊടുക്കണം. അപ്പോൾ ബോ വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ആവശ്യാനുസരണമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ സാധാരണ കെട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്കിതുപോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തതുപോലെ വെച്ചിട്ട് ഇത് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മോഡൽ ഡ്രസ്സ് ഞാൻ മോം ഡോട്ടർ കോംബോയിലാണ് ചെയ്തിട്ടുള്ളത്. കുഞ്ഞിനും സെയിം മോഡലിൽ തന്നെയാണ് ചെയ്തത്. ബാക്കിൽ സിബും കൂടെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡൽ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.